ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫിസിക്സ് എക്സാം റിവ്യൂ ആണ്. അപ്പൊ അത്യാവശ്യം പറയുകയാണെങ്കിൽ നല്ലൊരു ടഫ് ആയിട്ടുള്ള എക്സാം തന്നെയായിരുന്നു നമ്മുടെ ഫിസിക്സ് എക്സാം എന്ന് പറയുന്നത്. ഗൈസ്, ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ അകത്ത് വൺ വേർഡ് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അത്യാവശ്യം ടഫ് ആയിരുന്നു. പിന്നെ കറക്കി കുത്തിയൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം പാടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ കിളി പോകും ഗൈസ്. അത്യാവശ്യം മാത്സും കെമിസ്ട്രി ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് ഇത്ര പാടുതൽ നമ്മൾ ഒരിക്കലും കരുതിയില്ല. ബിക്കോസ് അത്ര ടഫ് ആയിരുന്നു. അങ്ങനെ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഉള്ളതാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാമെങ്കിൽ ബി ക്വസ്റ്റ്യൻ അറിയാതെ അത്രയ്ക്ക് ടഫ് ആയിരിക്കും. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ലൈവ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ച 2-3 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെറിവേഷൻസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ പഠിച്ച ഈ ഒരു ബയോസാവട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതുപോലെ തന്നെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞത്, അങ്ങനെ അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അറിയാനുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം പറയുകയാണെങ്കിൽ നല്ല ടഫായിട്ടൊരു എക്സാം ആയിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞ ആ ഒരു വെക്ടർ ഫോം ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബി ക്വസ്റ്റ് അറിഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. എ ക്വസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ല പാടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്സ് എക്സാം ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്